നമ്മുടെ കർഷക നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട അർഷദി ഉസ്താദ്, ബഹളായ നാട്ടിൽ നിന്ന് ഇവിടെ വന്നെത്തിയ അബ്ദുൽ ഉസ്താദ്, അതുപോലെ തന്നെ അടിപ്പല്ലയിൽ നിന്ന് വന്നെത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ്, മുത്താലിമീങ്ങളെ രക്ഷിതാക്കൾ, അന്നത്തെ ഒരു പരിപാടി ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞതാണ്. രണ്ടാമത്തെ ഒരു പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു തആല എല്ലാം അള്ളാഹു തൃപ്തി കൊടുക്കും. സ്വയം സലക്കമങ്ങളിൽ അള്ളാഹു കൂടുതലൊന്നും പറയുന്ന ഒരു സമയമല്ല. കാരണം പണ്ഡിതന്മാരും മുത്താലിമീങ്ങളുമാണ് കൂടുതലുമുള്ളത്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദക്ഷിണ കന്നഡ ജില്ലയിൽ തന്നെ ചാപ്പള്ള സൗകര്യമുള്ള നാട് പ്രസക്തമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു കുറവുണ്ടായിരുന്നു. അഥവാ നമ്മുടെ നാട്ടിൽ ഇനിയും ആ കുറവിനെ പരിഹരിക്കണം. നമ്മുടെ നാട്ടിലെ നേതാക്കൾ, ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ പ്രസിഡന്റും നമ്മുടെ സദസ്യരും ഭാഗങ്ങളിലൊക്കെ സജീവ സംസ്ഥയുടെ പ്രവർത്തകനാണ്. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവുണ്ട്. അഥവാ നമ്മുടെ നാട്ടിൽ +2 പഠിച്ചു പോയ വിദ്യാർത്ഥികൾക്ക് ശരിയായിട്ട് പഠിക്കാനുള്ള ഒരു കോളേജിൻ്റെ ഒരു പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. ഇതര നാടുകളിലേക്ക് പങ്കെടുക്കാൻ പോലെയുള്ള അതുപോലെയുള്ള സന്ധ്യ പോലെയുള്ള നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ള ഒരു കുറവ്. അൽഹംദുലില്ലാഹ്, ആ കുറവ് നമ്മിലുണ്ടെങ്കിലും ആ കുറവിനെ ഇവിടുത്തെ SKSSF സൗരൂർ ശാഖയുടെ പ്രവർത്തകന്മാർ നീക്കിയിട്ടുണ്ട്. ആ കുറവ് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പൊതുവെ പല ആളുകളും എന്നോട് ചോദിച്ചു, സൗനൂരിൽ കോളേജ്, സ്ത്രീകൾക്കുള്ള കോളേജ് തുടങ്ങിയിട്ടുണ്ടോ? ആദ്യം നടന്നിട്ടെല്ലാം ക്ലാസ്സുകളെല്ലാം വരുന്നുണ്ട്, നല്ല നല്ല ക്ലാസ്സുകളാണ്. അതും സ്ത്രീകൾക്ക് പഠിക്കൽ അത്യാവശ്യമുള്ള ഹൈദ് നിഫാസിനെ കുറിച്ചുള്ള, നജസിനെ കുറിച്ചുള്ള, നിക്കാഹിനെ കുറിച്ചുള്ള, ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചുള്ള, നല്ല സ്വഭാവത്തിനെ കുറിച്ചുള്ള അത്യാവശ്യമായ ഒരാൾ പഠിച്ചിരിക്കേണ്ട, ഒരു സ്ത്രീകൾക്ക് പഠിച്ചിരിക്കേണ്ട നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നല്ല ക്ലാസ്സുകളൊക്കെയും അവിടെ ഓൺലൈനിലൂടെ വരുന്നുണ്ട്. എന്തെങ്കിലും സ്ഥാപനം അവിടെ സ്ത്രീകൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് ഇതൊക്കെ നടന്നത്. ഹാദിയ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാദി എന്ന് പറയുന്ന ഈ ഒരു പദത്തിലേക്ക് നല്ലൊരു ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല ബന്ധമുണ്ട്. നമ്മുടെ സൗനൂർ നാട്ടുകാരല്ലാത്തവരോടാണ് ഇത് പറയുന്നത്. കാരണം എന്നും സൗനൂർ നാട് ഹാദി തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഹാദി തങ്ങൾ നമ്മുടെ എല്ലാമാണ്, ഈ നാട്ടിൻ്റെ എല്ലാമാണ്. നമ്മുടെ നാട്ടിൻ്റെ ഗൗരവാധ്യക്ഷനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ നമ്മുടെ മഹലിലേക്ക് നേതൃത്വം വഹിക്കുന്നത്. ഹാദി തങ്ങളുടെ പേരിലാണ് എല്ലാം ഇവിടെ ചെയ്യാൻ. നമ്മുടെ ഇവിടെ ഒരു ദർസുണ്ട്, 10-40ഓളം മുതാലിമികൾ പഠിക്കുന്നുണ്ട്. ആ ദർസിൻ്റെ പേരും മുഹമ്മദ് ഹാദി എന്ന് പറയുന്ന പേരിലാണ് ആ ദർസും നമ്മുടെ എല്ലാവരുടെയും പേരിൽ, അഥവാ എല്ലാവരുടെയും ഇടയിൽ അറിയപ്പെടുന്നത്. ഹാദി എന്ന് പറയുന്ന ഈ പേര് തന്നെ ഇവിടുന്ന് SKSSFന്റെ വകയിൽ പഠിപ്പിച്ച അഥവാ പഠിച്ചതായിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം 500ഓളം ആളുകൾക്കും ഈ പ്രാവശ്യം 300ഓളം ആളുകൾക്കും, അതിലും ഈ സ്ഥലത്തിലേക്ക് ക്ഷണിച്ചത് നല്ല മാർക്ക് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് നല്ല മാർക്ക് മേടിച്ച ആളുകളെ മാത്രമാണ്, അവരുടെ രക്ഷിതാക്കൾ. അതും പെൺകുട്ടികളൊന്നും വിളിച്ചില്ല. ഈ ഒരു ഹാദിയ എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ പരിപാടി സംഘടിപ്പിക്കുന്നത് വിഷയം എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായി. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്തില്ല. ഒന്നും എൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനം വളരെ കുറവാണ്. എനിക്ക് ഖേദമുണ്ട്. 2 വോയിസുകൾ മാത്രം ഉദ്ഘാടനമാണ്, അല്ലെങ്കിൽ പ്രസ്താവിക ഏതോ അത് ഇട്ടിട്ടുള്ളൂ, മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേങ്കിലും SKSSFന്റെ ഡെലിവറി സാധനങ്ങളല്ല, അല്ലാത്ത ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ സ്ത്രീകൾക്കുള്ള ക്ലാസ്സാണ്, നല്ല അച്ചടക്കത്തിൽ ക്ലാസ് പോകണം.
അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ വരരുത്. ഇത് SDSFന്റെ കീഴിലാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് അന്യപുരുഷന്മാർ എന്നും തെറ്റുകൾ വന്നു പോകരുത്. അതുപോലെയുള്ള ഓർമ്മകളെല്ലാം ഞാൻ പെടുത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ടിട്ടൊക്കെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് കൊണ്ടിട്ടല്ല, എല്ലാവർക്കും സമസ്ത എന്നുള്ള ആ ബോധം മനസ്സിനകത്ത് ഉള്ളത് കൊണ്ടിട്ട്, സുഗന്ധ്യമാർത്തെ ബോധം മനസ്സിലുള്ളത് കൊണ്ടിട്ട് ഒരു തകരാറും സംഭവിക്കാത്ത നിലയ്ക്ക് ഈ പ്രാവശ്യം 300ഓളം ആളുകൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നും അതിൽ നിന്ന് നല്ല മിക്കം നല്ല ഉയർന്ന അഥവാ കൂടുതൽ മാർക്ക് നേടിയ രക്ഷിതാക്കളെ മാത്രമാണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് എന്നും, എല്ലാവരും വന്നാൽ നമ്മുടെ മഹലിന് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ആൾക്കാരെ കൂട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ആയതുകൊണ്ടിട്ടാണ് അത്യാവശ്യമുള്ള ആളുകളെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും എന്തെങ്കിലും പരിപാടികൾ ക്ലാസ് എവിടെ എന്ത് കിട്ടുന്നുണ്ടെങ്കിലും നല്ല ക്ലാസ്സുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ്സുകൾ അല്ലാത്ത എല്ലാ ക്ലാസ് ഇന്ന് ആര് പറയുന്നുണ്ടെങ്കിലും പോയിട്ട് ഇരിക്കാമെന്നുള്ള തത്വം ശരിയല്ല. ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവർക്കുള്ള ക്ലാസ്സിൽ പോയി ഇരിക്കുന്നത് അത് ഈമാൻ കുറയാനുള്ള സാധ്യത ഉള്ളതാണ് എന്ന് ഇമാം ഗസാലി തങ്ങൾ യഹ്യാഉൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസ് കേൾക്കാൻ പറ്റുന്ന എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾ കേൾക്കണം. അത് എത്ര വയസ്സായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കേൾക്കണം. കാരണം നമ്മുടെ ഇസ്ലാമിലൊരു തത്വമുണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു അവധിയുണ്ട്. പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞെങ്കിൽ മക്കൾ മാത്രം പഠിച്ച മദ്രസയിലെ മക്കൾ പഠിച്ചിട്ട് തീർന്നു എന്നുള്ള തത്വമില്ല. പഠിക്കാനുള്ള സമയം നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് തൊട്ടിൽ മുതൽക്ക് കട്ടിൽ വരെ എന്നാണ്. തൊട്ടിൽ മുതൽക്ക് കട്ടിൽ വരെ എന്നാണ്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ഈ ഒരു മനുഷ്യൻ ഭൂമി ലോകത്തിലേക്ക് പ്രവേശിച്ചു വരുമ്പോൾ അല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ, ഉമ്മയുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഒരു കുഞ്ഞു വരുമ്പോൾ ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത്. സ്വന്തം പാപ്പയെ കുറിച്ചോ ഉമ്മയെ കുറിച്ചോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു കുട്ടി ഓരോ കാര്യങ്ങളും പഠിച്ച് ജഗത്തരം നീക്കി അവൻ വിവരസ്ഥനായി തീർന്നു. അതിന്റെ ശേഷം മദ്രസകളിൽ പഠിക്കുന്നു, സ്കൂളുകളിൽ പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ കഴിഞ്ഞെന്നല്ല, കെട്ടിച്ചു കൊടുക്കുന്നിടത്തോളം കെട്ടിച്ചു കൊടുത്തതിന് ശേഷവും ഇതുമായി ഏതൊക്കെ നിനക്ക് രക്ഷിതാക്കൾക്കും ഭർത്താക്കന്മാർക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടോ, സ്വന്തം മക്കളെയും ഭാര്യയെയും അവർക്ക് ഇൽമുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി തന്നെ നോക്കണം. ഏറ്റവും നല്ല സൽക്രമങ്ങൾ അത് ഇൽമു പഠിക്കലാണ്. 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ഒരു മസ്അല പഠിക്കലാണ് എന്ന് കർമ്മശാസ്ത്രം പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് ഇൽമു പഠിക്കലാണ്. ഇൽമുമായി ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ ഇമാം നബവി തങ്ങൾ അദ്ദേഹത്തിന്റെ മിൻഹാജിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഫൈനൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ദുആഅ വഅഉലാ മാ ഉഫിഖത ഫീഹി നഫായിസുൽ ഔഖാത്തി, അഥവാ ഒരാൾ ഇബാദത്തുമായിട്ട് ദ്വാദുമായി വഴിപ്പെടുന്ന കാര്യത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതിനേക്കാളും കൂടുതൽ കൂലി ലഭിക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് രക്ഷിതാക്കളോട് അവസാനമായിട്ട് പറയാനുള്ളത്, ഹാദിയ എന്നുള്ളത് നമ്മുടെ സൗരൂർ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ തങ്ങളുടെ ഒരു ബർക്കത്ത് കൂടിയാണ്. ഹാദി തങ്ങളുടെ ഒരു ബർക്കത്തിന്റെ പേരാണ്, ബർക്കത്താക്കപ്പെട്ട ഒരു പേരാണ്. ആ സർട്ടിഫിക്കറ്റ് മേടിച്ച എന്നോട് നിങ്ങളുടെ മക്കളാണെങ്കിൽ അവരോട് പറയണം, ഇത് തങ്ങളുടെ പേരിലേക്ക് ചേർത്തിയതാണ്, ഇനി നിന്റെ ഭാഗത്തിൽ അതൊരു കുറ്റം വരരുത്. സർട്ടിഫിക്കറ്റാണ് നൽകിയത്. നമുക്കറിയാം, ഞാനൊരു ബാക്കിയാണ്, ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതിന്റെ അർത്ഥം ഇവനിക്ക് ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ടും മസ്അല പറയാൻ വേണ്ടിയിട്ട് ഇവനിക്ക് അർഹതയുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് തരുന്നത് എന്ന് അവിടുത്തെ ഉസ്താദുമാർ പറയാറുണ്ട്. ഹദീസിൽ ഇവർക്ക് കഴിവുണ്ട്, തഫ്സീറുകളിൽ ഇവർക്ക് കഴിവുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. ഇവരെ വിശ്വസിക്കാമെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ടിട്ട് നിങ്ങളുടെ മക്കളോട് പറയണം, തെറ്റുകൾ ചെയ്തു പോകരുത്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം, ഇസ്ലാമിന്റെ യഥാർത്ഥ പാന്താവിലൂടെ ജീവിക്കണം. അന്യപുരുഷനോടുകൂടെ ഹാദിയ സർട്ടിഫിക്കറ്റ് മേടിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ പോയാൽ നമ്മുടെ തങ്ങൾക്കും വിഷമമുണ്ടാകും. നമ്മുടെ മറപ്പെട്ട് കിടക്കുന്ന, നമുക്കറിയാം മഞ്ചേശ്വരത്തിൽ മറപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് ഹാദി തങ്ങളുടെ ആ പേരിനോട് ചേർത്തതാണ്. ഹാദി എന്ന് പറയുന്ന ഹാദിയ എന്നുള്ള ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ സംഭവം ഞങ്ങൾ കേട്ടവരാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാദിയ എന്ന് പറയുന്ന ഒരു അമുസ്ലിം പെണ്ണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഹാദിയ എന്നുള്ള
പേര് അവൾ സ്വീകരിച്ചു. ഇന്ന് അവൾ ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹാദിയ എന്ന പേര് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിയെയാണ് ഓർമ്മ വരുന്നത്. ഈ അടുത്തിട്ട് വളരെ പ്രശ്നം കേരളത്തിലൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർന്ന ഒരു പെൺകുട്ടിയുടെ സംഭവങ്ങൾ പല ആളുകളും അത് വിഷമത്തിലുള്ള കേസിൽ ഇന്നും അത് കഴിയുകയാണ്. അതിലേക്ക് പരിഹാരം തന്നെ വളരെയധികം പ്രയാസത്തിലാണ്. ആ പെൺകുട്ടിയുടെ ഇന്നത്തെ ജീവിതം ഞങ്ങൾ പഠിക്കണം. അവൾ ഖുർആനിനെ കുറിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ അവർ പറയുന്നത്, ഈ ഇടയ്ക്ക് ഒരു ലേഖനം ഒരു വോയിസിലോ ഞാൻ കേട്ടു, ഒരു പക്ഷികൾ ഇങ്ങനെ അന്തരീക്ഷങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അവർ പറയുന്നു, ഞാൻ ഖുർആനിന്റെ ഒരു ആയത്ത് ഓർക്കുന്നു, റഹ്മാൻ. അന്തരീക്ഷങ്ങളിൽ പക്ഷികൾ പറക്കുന്നത് കാണുമ്പോൾ അതിന്റെ ആ ഒരു പക്ഷിയെ അന്തരീക്ഷത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നതിനെ തൊട്ട് പിടിച്ചു നിൽക്കുന്നത് അല്ലാഹു അല്ലാതെ റഹ്മാൻ അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ഖുർആനിന്റെ ആയത്ത് പക്ഷി പറക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന്. ഓർമ്മത് മുസ്ലിമായിട്ടല്ല, ഹിന്ദുവായിട്ട് മറ്റേ മതത്തിൽ നിന്നും ഉറങ്ങിയിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഖുർആനെ പഠിച്ച ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു പക്ഷി പറക്കുമ്പോൾ ഖുർആന്റെ ആയത്ത് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവരും ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഡോക്ടർമാരും പല വിദഗ്ധരായ ആളുകളും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ബുദ്ധിയെ പനം വെച്ചതുപോലെ എന്തോ ഞങ്ങളുടെ ജോലിയും ഈ ഫുഡ് തിന്നലും ഉറങ്ങലും ജോലിയാക്കലും ഇത് മാത്രമായി പോകരുത്. ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. നിങ്ങൾ സാധാരണ താലിമീങ്ങളോട് പറയാറുള്ളത്, എപ്പോഴും പറയാറുള്ളത്, അല്ലാഹു നൽകിയ ഈ ഗ്രന്ഥം മരിക്കുന്നതിന് മുൻപെട്ട് ഈ ഗ്രന്ഥത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പഠിക്കണമെന്ന്. നമുക്ക് അല്ലാഹു നൽകിയതാണ്. ഒരു കത്ത് എന്തെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഇംഗ്ലീഷ് എന്തെങ്കിലും ഒരു കത്ത് വന്നാൽ ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ആരുടെയും അരികിൽ പോയിട്ട് അതിൽ എന്തുണ്ട് വിഷയമെന്ന് ഞങ്ങൾ അന്വേഷിച്ച് പഠിക്കുന്നു. ഒരു കത്ത് ഒരു ബാങ്കിൽ നിന്ന് വന്നാൽ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ സൃഷ്ടാവായ അല്ലാഹു നമുക്ക് വേണ്ടി ഒരു ഗ്രന്ഥം കൊടുത്തയച്ചിട്ടുണ്ട്. നബി തങ്ങൾ മുഖേന നമുക്ക് അത് എത്തിച്ചു തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ എന്തുണ്ട് എന്ന് മരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ പഠിക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ഇത്ര മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വാക്യം കൊണ്ട് ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.